Good morning. Today going to talk about consumer behavior in healthcare. Marketing management in healthcare എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഇൻ ഹെൽത്ത് ഈസ് എ യുണീക്ക് ബിക്കോസ് ഡിസിഷൻസ് ഓഫൺ ഇൻവോൾവ് ഹൈ സ്റ്റേക്സ്, ഇമോഷണൽ സ്ട്രെസ് ആൻഡ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ. അതായത് ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേക്സ് ആണ്, വളരെയധികം ഇൻവോൾവ്മെൻറ്റ് വേണ്ട കാര്യമാണ്, ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ലിമിറ്റഡ് ഇൻഫോർമേഷനാണ്. നമ്മൾ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടുള്ള കിട്ടുന്ന ഓരോ അസുഖത്തെയും കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അൺലൈക്ക് ബൈയിങ് കൺസ്യൂമർ എ ഗുഡ് ഹെൽത്ത് കെയർ ചോയ്സസ് ഇമ്പാക്ട് ലൈഫ് വെൽ ബീയിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങണ പോലെയല്ല കൺസ്യൂമർ ഹെൽത്ത് കെയറിലെ ഒരു ഇമ്പാക്റ്റ് ചോയ്സിൻ്റെ ലൈഫ് വെൽ ബീയിങ്, നമ്മുടെ വെൽ ബീയിങ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ കൺസ്യൂമർ: ഹൈ ഇൻവോൾവ്മെൻറ്റ്, പേഷ്യൻറ്റ് കെയർഫുള്ളി ഇവാലുവേറ്റ് ദ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂ ടു ഹൈ പെർസീവ്ഡ് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഹൈ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. ട്രസ്റ്റ് ഡ്രിവൺ ഡിസിഷൻസ്, റെക്കമെൻഡേഷൻ ഫ്രം ഫാമിലി, ഫ്രണ്ട്സ്, ഫിസിഷ്യൻസ് ഓഫൺ ഔട്ട് വെയിറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനേക്കാളും കൂടുതൽ ട്രസ്റ്റ് ഡ്രിവൺ ഡിസിഷൻസ് ആണ്. നമ്മൾ വിശ്വാസമുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആവുന്നത്. ഇമോഷണൽ ഇൻഫ്ലുവൻസ്, ഫിയർ, ഹോപ്പ് ആൻഡ് ആങ്സൈറ്റി സ്ട്രോങ് ഷേപ്പ് ഡിസിഷൻ മേക്കിംഗ്. അതൊക്കെ നമ്മുടെ ഭയം, നമ്മുടെ പ്രതീക്ഷ, ആങ്സൈറ്റി, ആകാംക്ഷ, അതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ്, ഹെൽത്ത് കെയറിലെ സർവീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഫോർമേഷൻ അസിമെട്രി, പേഷ്യൻറ്റ് യൂഷ്വലി ലാക്ക് ടെക്നിക്കൽ നോളജ്, റിലൈ ഓൺ എക്സ്പേർട്ട് അഡ്വൈസ്. നമുക്ക് സിമെട്രിക്കലായിട്ടുള്ള ഒരേപോലെയുള്ള ഇൻഫോർമേഷൻ അല്ല, പല രീതിയിലാണ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ടെക്നിക്കൽ നോളജോ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അറിവോ ഒന്നും ഉണ്ടാവില്ല. എക്സ്പെർട്ട് അഡ്വൈസ് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് സെൻസിറ്റിവിറ്റി വിത്ത് എക്സ്പെക്റ്റേഷൻ, വൈൽ കോസ്റ്റ് മാറ്റേഴ്സ് പേഷ്യൻറ്റ് മേ പേ മോർ ഇഫ് ദേ പെർസീവ്ഡ് ഹൈ സേഫ്റ്റി ആൻഡ് ഹൈ ക്വാളിറ്റി. നമ്മൾ പൈസ കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ് സേഫ്റ്റിയും സെക്യൂരിറ്റിക്കും വേണ്ടി, ക്വാളിറ്റിക്കും വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ. നമ്മൾ പ്രൈസ് സെൻസിറ്റിവിറ്റിയാണ്, പ്രൈസിൻ്റെ കാര്യം വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കില്ല. മെയിനായിട്ട് ഹെൽത്തൊക്കെയാണ്, സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഈസ് എ സ്ട്രാറ്റജി ആൻഡ് ടെക്നോളജി ഫോർ മാനേജിങ് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ടു ഇംപ്രൂവ് ലോയൽറ്റി ആൻഡ് ലൈഫ് ടൈം വാല്യൂ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി മാനേജിങ് ഇൻട്രാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ലോയൽറ്റി, അവർക്ക് നമ്മളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും വേണ്ടി, ലൈഫ് ടൈം വാല്യൂ ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. CRM ഗോസ് ബിയോണ്ട് ട്രാൻസാക്ഷൻ, ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് മീനിങ് ഫുൾ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻറ്റ്, ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ്. ഫങ്ഷൻസ് ഓഫ് CRM ഇൻ ഹെൽത്ത് കെയർ, അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ: പേഷ്യൻറ്റ് ഡാറ്റാബേസ് മാനേജ്, മെയിൻറ്റെയിനിങ് ഡീറ്റെയിൽ റെക്കോർഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രിഫറൻസ്, പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡാറ്റകളായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോയിൻറ്റ് ആൻഡ് ഫോളോ അപ്പ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് റിമൈൻഡേഴ്സ് ഫോർ ചെക്കപ്പ് ആൻഡ് മെഡിക്കേഷൻ റീഫിൽസ്, മെഡിക്കേഷന് വേണ്ടിയിട്ടും ചെക്കപ്പിന് വേണ്ടിയിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യുക. പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, സെൻഡിങ് ഹെൽത്ത് ടിപ്സ് ആൻഡ് വെൽനസ് അപ്ഡേറ്റ്സ് ടൈലേർഡ് ടു പേഷ്യൻറ്റ് നീഡ്സ്, അവരുടെ നീഡ്സ് അനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കംപ്ലയിൻറ്റ് ഹാൻഡ്ലിംഗ്, റെക്കോർഡിംഗ് ആൻഡ് റിസോൾവിങ് പേഷ്യൻറ്റ് ഗ്രീവ്നെസ് ക്വിക്കലി, അതായത് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുക. ലോയൽറ്റി പ്രോഗ്രാം, പ്രിവെൻറ്റീവ് ഹെൽത്ത് പാക്കേജ് ഫോർ മെമ്പർഷിപ്പ് പ്ലാൻസ്. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിനോട് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഹെൽത്ത് പാക്കേജുകൾ, മെമ്പർഷിപ്പ് പ്ലാൻസ് ഒക്കെ കൊണ്ടുവരാം. ഇനി അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇൻക്രീസ് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷനും കൂടും. ഇംപ്രൂവ് ഓപ്പറേഷൻ എഫിഷ്യൻസി കൂടും. ആൻഡ് കോസ്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് പ്രൊമോട്ടിംഗ് പ്രിവെൻറ്റീവ് സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കൂടും. ദെൻ ബിൽഡ്സ് സ്ട്രോങ്ങർ റെപ്യൂട്ടേഷൻ ത്രൂ കൺസിസ്റ്റൻറ്റ് എൻഗേജ്മെൻറ്റ്, സ്ട്രോങ്ങർ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇനി സർവീസ് ക്വാളിറ്റി ഇൻ മാർക്കറ്റ്, മെഷറിംഗ് സർവീസ് ക്വാളിറ്റി എസെൻഷ്യൽ സ്പെഷ്യലി ഹെൽത്ത് കെയർ, ട്രസ്റ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻറ്റ് ചോയ്സസ്. ഇവിടെ മെയിനായിട്ടുള്ളത് ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഹെൽത്ത് കെയറിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യം. ഹെൽത്ത് സർവീസ് ക്വാളിറ്റി ഇൻ മാർക്കറ്റിങ്ങിൽ വരുന്നത്, അതിൽ സെർവിക്കൽ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എബിലിറ്റി ടു ഡെലിവർ പ്രോമിസ്ഡ് സർവീസ് ഡിപ്പെൻഡബിളി ആൻഡ് ആക്യുറേറ്റ്ലി. എക്സാമ്പിൾ കൺസിസ്റ്റൻ്റ് ആക്യുറേറ്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്, നമ്മൾ റിലയബിളായിട്ട്, അതായത് എവിടെ ടെസ്റ്റ് ചെയ്താലും നമുക്കൊരു റിസൾട്ട് വേണം കിട്ടാനായിട്ട്, അങ്ങനെയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട റിസൾട്ടുകൾ. അഷുറൻസ്, നോളജ് ആൻഡ് കോർട്ടസി ഓഫ് സ്റ്റാഫ്, ഇൻസ്പയറിംഗ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, നമ്മൾ വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അറിവും മര്യാദയും
സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ടാഞ്ചിബിൾ ഫിസിക്കൽ ഫെസിലിറ്റി, എക്യുപ്മെൻറ്റ്, അപ്പിയറൻസ് ഓഫ് പേഴ്സണൽ, ക്ലീൻ വാർഡ്സ്, മോഡേൺ ടെക്നോളജി, പ്രൊഫഷണൽ സ്റ്റാഫ്. അതായത് ഇതിന് ഇൻടാഞ്ചിബിൾ ആണ് സർവീസ്, പക്ഷേ എന്നാലും ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്, എക്യുപ്മെൻറ്റ്സ് അതൊക്കെ എന്തായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. ഇനി 80 ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ ആൻഡ് കെയർ ഓഫ് പേഷ്യൻറ്റ്, നഴ്സിംഗ് ഷോയിങ് കമ്പാഷൻ ഡ്യൂറിങ് ദ റിക്കവറി. അതായത് അവരോട് എംപതി ഉണ്ടായിരിക്കണം. റെസ്പോൺസീവ്നെസ്, വില്ലിങ്നെസ് ടു ഹെൽപ്പ് കസ്റ്റമേഴ്സ് പ്രോംപ്റ്റ്ലി, ക്വിക്ക് റെസ്പോൺസ് ഇൻ എമർജൻസി വാർഡ്സ്. എമർജൻസി വാർഡ്സിൽ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടായിരിക്കണം. അതാണ് മെയിനായിട്ട് സർവീസ് ക്വാളിറ്റിയിൽ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.